ന്റെ 2023 ദിവസമാണ്. മൈൻഡ്ഫുൾനെസ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് നടക്കുന്ന മോർണിംഗ് സെഷനിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഷബാസ് CS മാമാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം മാം. താങ്ക് യു. സാറ് ഹോസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ എന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓ, ഹാപ്പി മോർണിംഗ്. ഈ ഒരു പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് ഒരു മെഡിറ്റേഷൻ എടുക്കാനും ഒക്കെ സാധിച്ചതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ജീവിതത്തിൽ എന്നും നമുക്ക് കൈമുതലായിട്ടുണ്ടായിരിക്കേണ്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ജീവിതത്തിൽ ഏത് ഉയർച്ച, എന്ത് കാര്യം നടക്കുമ്പോഴും അതിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു മൈൻഡ്ഫുൾനെസ് ഒന്ന് ക്ലാസ് അതേക്കുറിച്ച് ഒന്ന് എടുക്കണം. അത് ഏറ്റവും സിമ്പിളായ ടോപ്പിക്കാണ്, പക്ഷെ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള, നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏറ്റവും ലൈഫിൽ, നമ്മൾ പലരും മൈൻഡ്ഫുൾനെസ് കറക്റ്റായിട്ട് അറിയാം, എല്ലാം ഓക്കെയാണ്, പക്ഷെ അത് നമ്മൾ പലരും അതിന്റെ ബെനിഫിറ്റ് ഒക്കെ അറിയാമെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വളരെ ഈസിയാണ്, സിമ്പിളാണ്, എല്ലാമാണ്. നമുക്ക് ലൈഫിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. പക്ഷെ നമ്മളത് പഠിച്ച് അതെല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പലരും ആ ഒരു കാര്യം വിട്ടു പോകുന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതിന് നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ലൈഫിൽ ഒരു ടൈമോ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഒരു എക്സസൈസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ ഒരു മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ മൈൻഡ്ഫുൾനെസ്സിന് നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാക്കി മാറ്റാം. അതിനൊരു ടൈമോ വേറെ ഒന്നും, ഏത് നിമിഷം എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിലും പലപ്പോഴും ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അങ്ങ് ബാക്കിയുള്ളതിന് നമ്മൾ സമയം കണ്ടെത്തി അത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതാ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും. അപ്പോൾ ഇന്ന് എനിക്കും ഒരു പുതിയ ഓർമ്മപ്പെടുത്തലാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള ക്ലാസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് നമുക്ക് അതേക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. മൈൻഡ്ഫുൾനെസ് എന്നാണ്, മൈൻഡ്ഫുൾനെസ് ഈസ് പേയിങ് അറ്റൻഷൻ ടു ദ പ്രസന്റ് മൊമെന്റ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു ടച്ച് ചെയ്യുന്ന, ഇപ്പൊ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ടച്ച് ചെയ്യുന്ന പോർഷൻ നിങ്ങൾക്ക് അവയർനെസ്സിലുണ്ടോ? ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ചിന്തിച്ചത് നമ്മള് ഇരിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾ ഇരിക്കുന്നു, പക്ഷെ നമ്മൾ എന്താണ്, ആ ബോഡി ടച്ച് ചെയ്യുന്ന പോർഷൻ നമ്മുടെ മൈൻഡ് അവയർനെസ്സിൽ വരുന്നില്ല. നമ്മൾ കാല് നിലത്ത് ടച്ച് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെരുപ്പിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ചെരുപ്പിൽ നമ്മൾ ആ ഫസ്റ്റ് ഇടുമ്പോ ഇടുന്നു, അപ്പൊ ചിലപ്പോ അറിയുന്നുണ്ടാവും, പിന്നീട് നമുക്ക് ആ ചെരുപ്പുണ്ട് എന്നതല്ലാതെ ആ ഒരു എന്താ ഫീല്, ആ ചെരുപ്പ് എന്നുള്ള ഒരു ഫീലോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല, അല്ലെ? അതുപോലെ കാരണം നമ്മൾ എന്താണ്, ആ അറ്റൻഷൻ, നമ്മൾ ആ ഒരു അറ്റൻഷൻ പ്രസന്റ് മൊമെന്റിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്, ഇനിയിപ്പോ പലരും ചിന്തിക്കുന്നത്, ലേഡീസ് ആണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിച്ചണിലേക്ക് പോകണം, എന്തുണ്ടാക്കും, ഇപ്പൊ സമയം എന്തായി, ആ സമയത്തിന് ഇനി ഇന്ന് ഫ്രീ ആണെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഓഫീസിൽ പോകാനുള്ളവരാണെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്കും പോയി എത്തുവോ, അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. ഇനി നമ്മൾ തിരിച്ച് വൈകുന്നേരമൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ചിന്തിക്കുന്നത് അന്ന് ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. എന്നല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകൾ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, നമ്മൾ പ്രസന്റിൽ പലപ്പോഴും ജീവിക്കാൻ, കാരണം പാസ്റ്റ് കഴിഞ്ഞു പോയി, പ്രസന്റ് ഫ്യൂച്ചർ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉള്ളത് പ്രസന്റിലാണ്. നമ്മളപ്പോ ശരിക്കും എന്താണ്, ഒന്നല്ലെങ്കിൽ പാസ്റ്റിൽ ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചറിൽ, ഇത് രണ്ടും, ഒന്ന് വരാനുള്ളതും ഒന്ന് കഴിഞ്ഞു പോയതും. നമുക്ക് ഉള്ളത്, അതായത് പ്രസന്റ് ആണ് ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും, പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ചിന്തിച്ചിട്ട്
നമുക്കുള്ള പ്രസന്റ് നമ്മൾ അറിഞ്ഞോ അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറില്ല. ആ സമയത്ത് ഒന്നല്ലെങ്കിൽ എന്താണ് ഈ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അതേക്കുറിച്ചുള്ള ചിന്തകളായിട്ട് ആ ഒരു പ്രസന്റ് മൊമെന്റ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ എന്താണ് വല്ല പിക്നിക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ എന്താണ് പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ തലേ ദിവസം എന്തെങ്കിലും ഇൻസിഡന്റോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് നമ്മൾ ചിലപ്പോൾ ഫാമിലിയുടെ കൂടെ ഒരു ഔട്ടിങ്ങിനായിരിക്കും പോയിരിക്കുന്നത്. പക്ഷെ ആ ഫാമിലിയുടെ കൂടെയുള്ള ഔട്ടിങ് വളരെ സന്തോഷത്തോടെ ആ ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും നാളത്തെ പ്രശ്നമോ ഇന്നിപ്പോ ആ ഒരു കാര്യം ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടില്ല, നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ എങ്ങനെ ഇതാക്കും, കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പോയേക്കുന്നതായിരിക്കും. പക്ഷെ എന്താണ് നമ്മുടെ ചിന്ത മൊത്തം നാളെ നമുക്ക് തീർക്കാനുള്ള വർക്കിനെ കുറിച്ചായിരിക്കും. അപ്പോഴും നമുക്ക് കിട്ടിയ നല്ല മൊമെന്റ് ആയിരുന്നു ആ ഔട്ടിങ്. നമ്മുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു നല്ല മൊമെന്റ് ആണ് ആ ഔട്ടിങ്. അവിടെയല്ല നമ്മുടെ മനസ്സ് മറ്റൊരിടത്തായിട്ട് ആ ഒരു സമയം പോലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈവൻ നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കുന്നുണ്ട്, നമ്മൾ ആ ചായ കുടിക്കുന്നത് പോലും ആസ്വദിച്ച് കുടിക്കാൻ ആ സമയത്ത് നമ്മള് പല പല എന്താണ് ഇപ്പോൾ ഉള്ളത് എന്താണ് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും ചായ കുടിക്കുന്നത്. ആ ചായ ഓട്ടോമാറ്റിക്കലി കുടിക്കുന്നുണ്ട്, ഫിനിഷ് ആവുന്നുണ്ട്. ചായയുടെ ടേസ്റ്റോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അപ്പോഴും എന്താണ് ആ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കണ്ട ഇൻഫർമേഷനെ കുറിച്ചും അതിന്റെ ഭാവിയെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകൾ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിങ് അറ്റൻഷൻ ദ പ്രസന്റ് മൊമെന്റ്, നമ്മുടെ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ കൊടുക്കുക. ഇന്റൻഷനലി നമ്മൾ അറിഞ്ഞുകൊണ്ട്, ഒരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് പലപ്പോഴും എവിടെയായിരിക്കും, ഒന്നല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കാം, നമ്മുടെ ടെൻഷൻസ്, സങ്കടങ്ങള്, അല്ലെങ്കിൽ ഫോണിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒരു എന്താണ് കുരങ്ങനെ പോലെ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ചാടി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ പ്രസന്റിൽ, അതായത് ഇവിടെ ഇരിക്കാൻ അതിന് സാധിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ പുറകോട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവെയർ ആയിട്ട് പ്രസന്റിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, നമ്മളിപ്പോ ഒരു ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ചെയർ നമുക്ക് ഫീൽ ചെയ്യാം, നമ്മൾ ഇരിക്കുമ്പോൾ കാല് നിലത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാം. നമ്മുടെ ആ ബ്രീത്തിങ്, ഇപ്പൊ ഞാനിവിടെ പറയുമ്പോൾ എന്റെ കൈയുടെ മൂവ്മെന്റ്സ്, സാധാരണ നമ്മൾ എന്താ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ കൈയും കാലൊക്കെ ചിലപ്പോൾ ആ സംസാരത്തിനനുസരിച്ച് അനക്കുന്നുണ്ടാവും. പക്ഷെ എന്താണ് അത് അവെയർ ആയിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകുന്നതാണ്. ഏറ്റവും നല്ല എക്സാമ്പിള് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന്റെ പറയാൻ പറ്റുന്നത്, നമ്മൾ മൈൻഡ്ഫുൾനെസ് ഉള്ളപ്പോഴും മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തതും തമ്മിലുള്ള അവയർനെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. അതായത് നമ്മൾ ആദ്യം ഡ്രൈവിംഗ് അറിയില്ലാത്ത ഒരു വ്യക്തി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. എന്താണ്, അവർ ആ സ്റ്റിയറിംഗ് പിടിക്കുന്നുണ്ട്, ആ പിടിക്കുന്നതിന്റെ ആ ഫീല് വരുന്നുണ്ട്, ബ്രേക്കിൽ ടച്ച് ചെയ്യുന്നത് എല്ലാം കറക്റ്റ് അവർ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ വണ്ടി വരുന്നത് എല്ലാം ഇന്നത് വരുമ്പോ ഇന്നത് ചെയ്യണം. പിന്നീട് നമ്മൾ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോവാണ്. പിന്നെ വണ്ടി വരുന്നുണ്ട്, നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, നമ്മൾ അവെയർ അല്ല ഇതൊന്നും, ഏതോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുമ്പോൾ അവരുടെ കാലം ഓട്ടോമാറ്റിക്കലി, അതിനിടയിൽ നമ്മൾ ഇവിടെ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. നമ്മള് എന്താണ് ഫോണിൽ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ഒരു കാര്യം വന്ന് അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഔട്ടിങ്ങിനൊക്കെ പോണെങ്കിൽ കയ്യിലൊരു ഐസ്ക്രീം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്, അതിന്റെ ആ സമയത്ത് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വന്നു, അല്ലെങ്കിൽ നീക്കേണ്ട സമയം വന്നു, ഇതെല്ലാം അതായത് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിന് നമ്മൾ എന്താ ഒരു സ്പെഷ്യൽ അറ്റൻഷനോ അല്ലെങ്കിൽ അതൊരു അവെയർ ആയിട്ട് നമ്മൾ വരുന്നില്ല, അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താ മൈൻഡ്ഫുൾ ആയിട്ടല്ല നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്, പകരം ആ തുടക്കത്തിൽ നമ്മൾ കറക്റ്റ് മൈൻഡ്ഫുൾ ആയിട്ട് തന്നെയാണ് ആ കാര്യം. അതായത് നമുക്ക് അവയർനെസ് നഷ്ടപ്പെടുന്നതാണ് ഇത്രയും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവയർനെസ് ശരിക്കും നമ്മുടെ ബോഡി ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
അതായത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മളൊരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ട, നമ്മൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അവിടെ എനർജി ലോസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജി നമ്മുടെ ഒന്ന് ഇതാക്കാൻ വേണ്ടി, നമുക്ക് ആ ഒരു എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറ്റിയെടുക്കുന്നതാണ് നമ്മളുടെ ഓരോ ബിഹേവിയറും കാര്യങ്ങളും വരുമ്പോൾ. പക്ഷെ എല്ലാം ഈ ഓട്ടോ പൈലറ്റ് മോഡിലാവുമ്പോൾ നമ്മുടെ അവയർനെസ്, അതായത് നമുക്ക് പണ്ടൊരു ഒരു 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 ഇഷ്യൂ വന്നു. ആ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ ആണോ പ്രതികരിച്ചത്, അതായത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് പ്രതികരണമാണോ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്, ആ പ്രതികരണം നമ്മുടെ ബ്രെയിൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നവും വരാത്തത്, നമ്മൾ ഇതിനു മുമ്പ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ പെരുമാറിയത് ആ രീതി ഓൾറെഡി ബ്രെയിൻ എന്താണ് ഓർത്ത് വെച്ചിട്ടുണ്ട്, ആ രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോ പകരം നമുക്കിപ്പോ ഒരു ഇൻസിഡന്റ് വന്നു, അത് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, അത് ഓട്ടോ പൈലറ്റ് മോഡിലായി എങ്കിൽ അത് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന്, അതായത് നമ്മൾ റിയാക്ഷൻ എന്ന് പറയും, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. അതിന് പകരം അവിടെ നമ്മൾ അറിഞ്ഞ് അവെയർ ആയിട്ടൊരു റെസ്പോൺസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? മൈൻഡ്ഫുൾ ആയിരിക്കണം. എപ്പോഴും ബ്രെയിൻ ഈ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ആക്കുന്നത് എനർജി സേവ് ചെയ്യാനാണെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം. ക്ലിയർ അല്ലേ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല മാം. ഓക്കെ, എനിക്ക് എക്കോ വരുന്ന പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചത്. അപ്പോ നമുക്ക് ആ ഒരു അവയർനെസ്സോട് കൂടി ഒരു കാര്യം റിയാക്ട് ചെയ്യണം എങ്കിൽ അവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഓട്ടോ പൈലറ്റിൽ നിന്ന് മാറി നമുക്ക് അവയർനെസ് ഉള്ള, അതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. അതായത് നമ്മുടെ ഓട്ടോ പൈലറ്റ് മോഡിലാവുമ്പോൾ നമ്മുടെ എല്ലാ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന തോട്ട്, നമ്മൾ ഇതിനു മുമ്പ് എങ്ങനെയാണോ ചിന്തിച്ചേക്കുന്നത് ആ ഒരു, അതായത് നമ്മുടെ ചെറുപ്പകാലം മുതൽ നമുക്ക് പുറമേ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ചിലപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്കൊന്ന് മാറ്റി പിടിക്കണമായിരിക്കും. നമ്മൾ എല്ലാ ലൈഫില് ചെറുപ്പം മുതലേ നീ കൊള്ളില്ലാത്തവനാണ്, നിനക്ക് കഴിവില്ല, ചില സമയങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ ഒക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താ, നീ പോരാ എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ റിയാലിറ്റിയിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു, പക്ഷെ കാലം മുന്നോട്ട് വന്നപ്പോൾ എന്റെ എനർജി മാറി, സ്ട്രെങ്ത് മാറി, എന്റെ നോളജ് മാറി, അപ്പൊ ഞാൻ മറ്റൊരു ലെവലിലേക്ക് ഉയർന്നു. പക്ഷെ അപ്പോഴും ആ പണ്ടത്തെ ആ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ആ തോട്ട് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരിക്കലും മാറാനും സാധിക്കില്ല, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കില്ല. കാരണം ആ പഴയ തോട്ട്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാണ്. പക്ഷെ നമ്മളിപ്പോ എന്താണ്, സ്ട്രെങ്ത് കൂടി, നോളജ് കൂടി, എക്സ്പീരിയൻസ് കൂടി, അപ്പൊ നമ്മുടെ ആ തോട്ട്സിലും ചേഞ്ചസ് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഈ ഓട്ടോ പൈലറ്റിൽ നിന്ന് ഒരു അവയർനെസ് മോഡിലേക്ക് വരുന്നത്. അതുപോലെ നമ്മളെ ഹാബിച്വൽ ബിഹേവിയർ, പല കാര്യങ്ങളും പണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്തിരുന്നത് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് അതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ടാവാം. ഇപ്പൊ നമുക്ക് ആ ശീലങ്ങള് നോളജ് കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മനസ്സിലായി ഇതല്ല ഒരിക്കലും നമുക്ക് സക്സസിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ഇന്ന് കുറച്ചുകൂടെ മാറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറി അവെയർ ആയിട്ട്. അതുപോലെ ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചീത്ത വിളിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതല്ല വേണ്ടത്, സമചിത്തതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട് വ്യക്തമായ ഒരു റിയാക്ഷനാണ് അവിടെ വേണ്ടത് എന്നുള്ളത്. പക്ഷെ അതെന്താണ്, ഇങ്ങനെ യൂസ് ചെയ്ത് അത് നമ്മളുടെ ഒരു എന്താണ് ബിഹേവിയർ ആയി മാറി. അപ്പൊ അവിടെ എന്താണ്, നമ്മൾ അവെയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിയാക്ഷൻ നമുക്കൊരു ഇവന്റ് വന്നു, നമ്മൾ അതിന്റെ ഇമോഷനിലേക്ക് വന്നു, ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതായത് ബ്രെയിനിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇപ്പൊ 2-3 പ്രാവശ്യം ഒരു കാര്യം ചെയ്തു, നമ്മൾ എന്താണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതെല്ലാം പഠിക്കുകയാണ്. ഇങ്ങനെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് വന്നാൽ ബ്രേക്ക് ചെയ്യണം, ഇത് ക്ലച്ച് അമർത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ഓട്ടോമാറ്റിക്കലി എന്താണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പൊ എന്താണ് അതിന് പകരം നമ്മൾ ആദ്യം ഇപ്പൊ നമ്മൾ ഒരു കാര്യം തെറ്റായിട്ടാണ് ഒരു കാര്യം ചെയ്ത് പഠിച്ച് അത് കുറെ പ്രാവശ്യം ചെയ്തു പോയെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നീട് ഒന്ന് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. പകരം നമ്മൾ റെസ്പോൺസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്താണ്, നമ്മൾ ഒരു ഇവന്റ് നടന്നു, ആ ഇവന്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു, നമ്മുടെ ലോജിക്കൽ മൈൻഡിലേക്ക് സംഭവം കൊണ്ടുവന്ന് അവിടെ നമ്മളൊരു ചോയ്സ് എടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യണോ. അവിടെ എന്താണ്, അതായത് പണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്, എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല ശരി, അതേക്കുറിച്ച് ആലോചിച്ച് വ്യക്തമായ തീരുമാനം എടുക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇവന്റ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് പോസ് ചെയ്ത് അവെയർ ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ റെസ്പോൺസ് നമ്മൾ ഒരു കാര്യത്തിന് ഒരു റിപ്പീറ്റ് കുറെ പ്രാവശ്യം സെയിം രീതിയിൽ അവെയർ ആയിട്ട് ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ അതായിട്ട് മാറും. പണ്ട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്, അങ്ങനെയല്ല, എന്റെ സ്വഭാവം കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഒരു കാര്യത്തെ സമചിത്തയോടെ നോക്കിക്കാണുന്ന ഒരു ക്യാരക്ടറിലേക്ക് ചേഞ്ച് ആയി. ഇതെങ്ങനെയാണ്, നമ്മളിങ്ങനെ അവെയർ ആയിട്ട് കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ അതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ട് മാറിക്കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെന്റെ ഒരു സ്വഭാവം എന്നുള്ള രീതിയിലായിപ്പോ. അപ്പൊ നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ഒന്ന് വിലയിരുത്താൻ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് വന്നു പോകുമ്പോൾ അത് നമ്മുടെ ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി ആയി മാറിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് എന്നുള്ള അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെ ആയിപ്പോകും. അതായത് ബിഹേവിയർ നമ്മുടെ ഐഡന്റിറ്റി ആയി മാറുമ്പോൾ ഇപ്പൊ പലപ്പോഴും ഈ ഒരു ചേഞ്ചസിന് നമ്മുടെ ഐഡന്റിറ്റി ആയ ഒരു കാര്യം മാറ്റണമെങ്കിൽ ആ ഐഡന്റിറ്റി ആവുന്നത് നമ്മളത് ഡീപ്പായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പലരും. 2-3 ദിവസം എക്സസൈസ് ചെയ്യും, പിന്നീട് ബോഡി പെയിൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം വന്നു, അവിടെ നമ്മുടെ ബിഹേവിയറിലാണ് നമ്മൾ ചേഞ്ച് വരുത്താൻ ശ്രമിക്കുന്നത്. അതായത് എനിക്ക് എക്സസൈസ് ചെയ്യണം എന്നുള്ള ബിഹേവിയർ, ഓൾറെഡി എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുന്ന, അതായത് നമ്മൾ കുറെ കാലം അടുപ്പിച്ച് ചെയ്ത് അത് നമ്മുടെ ഐഡന്റിറ്റി, അതായത് നമ്മുടെ വിശ്വാസമായി മാറിക്കഴിയുമ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോൾ അവിടെ വരുന്ന മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം എക്സസൈസ് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആൾക്കൊരു വിശ്വാസം ഉണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുന്ന വ്യക്തി ആണ്. പിന്നെ നെക്സ്റ്റ് പറ്റാത്ത ദിവസം അവർ ചെയ്യില്ല, നെക്സ്റ്റ് പറ്റുന്ന ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്തു പോകും. അതാണ് നമ്മുടെ ബിഹേവിയർ ഈ ഒരു ഓട്ടോമാറ്റിക്കലി മോഡിലേക്ക് മാറിക്കഴിയുമ്പോഴുള്ള പ്രത്യേകത. അപ്പൊ നമ്മൾ അവെയറായി നമുക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. അതുപോലെ എന്താണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് കൊണ്ട് ഉള്ള നമുക്ക് ബെനിഫിറ്റ്സ്? നമുക്ക് ബെറ്റർ അറ്റൻഷൻ. ഓട്ടോ പൈലറ്റ് മോഡിലാവുമ്പോൾ നമുക്ക് എന്താണ്, അറ്റൻഷൻ ഇല്ല, അവിടെ നമുക്ക് ഒരു ഇമോഷണൽ അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. നമുക്ക് സ്ട്രെസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം. അതായത് നമ്മൾ മുമ്പ് ഏത് രീതിയിലാണോ പെരുമാറിപ്പോയത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാറ്റം കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ റിലാക്സേഷൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്, കാരണം ചെറുപ്പം മുതലേ പല ശീലങ്ങളും നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്, അത് നമ്മളുടെ ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഐഡന്റിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു അവയർനെസ് വേണം. നമ്മൾ ഡ്രൈവിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് ചില പോസ്റ്റിൽ ഇരിക്കുള്ളൂ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവരുടെ പഠിച്ച സമയത്ത് അങ്ങനെ തന്നെ ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നീട് അവർക്ക് അതെന്താണ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം പഠിച്ച സമയത്ത് അവർ പഠിച്ചെടുത്ത ഒരു തെറ്റായിട്ടെടുത്ത കാര്യമാണ്. അതിലൊരു അവയർനെസ് വന്നു കഴിയുമ്പോഴാണ് അതൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവര് ചിന്തിക്കുന്നതാ എല്ലാവരും ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഇതാണ് ശരിക്കും ഉള്ളത് എന്നുള്ള ഒരു തോട്ടിലേക്ക് അത് പോകുന്നു. പക്ഷെ അവിടെ അവയർനെസ് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ചിലവര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ കൈയുടെ ഇവിടെ ഭയങ്കര തഴമ്പ. ഞാൻ ചോദിച്ചു ഇത് എന്താ സംഭവം, പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കും, ഒരു പിടിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ആ സമയത്ത് ഞാനും മറ്റേ ആക്റ്റീവ ഓടിക്കുന്ന ആള്, ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, അപ്പൊ ആ പിടിക്കുന്ന ഒരു രീതി എന്തോ ആളുടെ വ്യത്യാസം കൊണ്ട് ഇവിടെ ഒരു തഴമ്പ്, ഭയങ്കരമായിട്ട് തഴമ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് അത്, നമുക്ക് അതാണ് ശരി, ആ ചെയ്യുന്ന രീതിയാണ് ശരി എന്നുള്ള രീതിയിൽ അവരുടെ മൈൻഡിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറി. അവിടെ അത് അവെയർ ആയിട്ട് ചേഞ്ച് ചെയ്യുക, അതായത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് ഒന്ന് ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അവയർനെസ് വേണം. പകരം നമുക്ക് അവയർനെസ് ഇല്ലെങ്കിൽ ഇതാണ് ഓക്കെ, ഈ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇതാണ് ബെറ്റർ എന്നുള്ള ഒരു തോട്ട്സ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നടക്കില്ല, അല്ലെങ്കിൽ നോ നോ എന്നുള്ള ഒരു, അതായത് ഇതാണ് ബെറ്റർ മറ്റത്, അതായത് നമ്മുടെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് ഇതാണ് ബെറ്റർ എന്നുള്ള തോട്ടായിരിക്കും. നമ്മളത് അവയറായിട്ട് മറ്റവർ ചെയ്യുന്നത് നമ്മളൊന്ന് നോക്കി അതൊന്നും ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കൊന്ന് ഷിഫ്റ്റ് ആവാൻ വളരെ ഉപകാരം ആയിരിക്കും. അപ്പോ നമ്മുടെ മൈൻഡ്ഫുൾനെസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ നോട്ടീസ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് എന്റെ മൈൻഡ് പോയി, ഞാൻ ഓൾറെഡി ക്ലാസ്സിലേക്ക് പോയി, ഞാനത് നോട്ടീസ് ചെയ്തിട്ട് പ്രസന്റിലേക്ക് ഞാനിപ്പോ ക്ലാസ്സിലാണ് ഉള്ളത്, ഇവിടെ ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു, തിരിച്ച് റിട്ടേൺ ഈ ക്ലാസ്സിലേക്ക് വരിക. അതായത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ആ ഒരു പ്രസന്റിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിന് പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒന്ന് കംഫർട്ടായിട്ട് ഇരുന്നിട്ട് ബോഡി റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിങ്, നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ ആ ബ്രീത്ത് ഉള്ളിലേക്ക് പോകുന്നത്, ഇതെല്ലാം നമ്മൾ ഫീൽ ചെയ്യുക, നമ്മുടെ അബ്ഡോമിന്റെ മൂവ്മെന്റ്. ചിലപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ കാര്യങ്ങളിലേക്കോ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കോ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോന് 6 മണിയാവുമ്പോൾ മദ്രസയിൽ പോകാനുണ്ട്. ഞാൻ ജസ്റ്റ് കോള് കൊടുത്തു അവൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി. അപ്പൊ നമ്മളെന്താ, എൻ്റെ ക്ലാസ്സിന്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധ മറ്റൊരു കാര്യം, ദെൻ നെക്സ്റ്റ് മൊമെന്റ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പോയോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ എന്താണ് മറ്റൊരു ഇതിലേക്ക് പോയി. പകരം ഞാൻ പ്രസന്റ്ലി ഇവിടെ എന്താ ഉള്ളത് ഇങ്ങോട്ട് തിരിച്ച് അവയർനെസ്സോടുകൂടി വരും. അപ്പോൾ നമ്മൾ എന്താണ് ബ്രീത്തിങ്, നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന് ഏറ്റവും സിമ്പിൾ ടെക്നിക്കാണ്. അതായത് ഇത് നമുക്ക് തുടക്കക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇരിക്കുക, ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ ആ ഒരു തണുപ്പ് മൂക്കിലേക്ക് കയറുന്നതും അതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകുന്നതും നമ്മുടെ ലങ്സ് വികസിക്കുന്നതും അതെല്ലാം നമ്മൾ ഫീൽ ചെയ്യുക തിരിച്ച്. പക്ഷെ ചിലപ്പോ ഈ ഇതിന്റെ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് വേറെ വല്ല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് പോകാം. അപ്പൊ എന്ത് ചെയ്യുക, നെക്സ്റ്റ് മൊമെന്റ് തന്നെ തിരിച്ച് നമ്മുടെ ഇങ്ങോട്ട്, അല്ലാതെ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യോ എന്റെ മൈൻഡ് അങ്ങനെ അതിനെ ഇതാക്കല്ല, ജസ്റ്റ് മൈൻഡ് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് തന്നെ റിട്ടേൺ, അതിനെ ജഡ്ജ് ചെയ്ത് ഇങ്ങനെ പോവുകയാണല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയല്ല, തിരിച്ച് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു മൊമെന്റിലേക്ക് വരിക. ഏറ്റവും സിമ്പിൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ് ഇത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ബോഡി സ്കാൻ.
ഇതെല്ലാം ഈ മൈൻഡ്ഫുൾനെസ് എല്ലാം മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ഈ ടെക്നിക്സ് എല്ലാം വരുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലെ ഓരോ ഭാഗം, നമ്മുടെ കാല് മുതൽ മുകളിലേക്കുള്ള ഓരോ ഭാഗവും നമ്മൾ എന്താണ് അതിന് അവെയർ ആവുക. നമ്മൾ ഫസ്റ്റില് നമ്മുടെ കാല്, കാരണം നമ്മൾ അവെയർ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ഉണ്ട് എങ്കിലും നമ്മൾ ബോഡിയിലേക്ക് അവയർനെസ് കൊടുക്കുന്നില്ല. നമ്മുടെ കാലിലേക്ക് ഒരു അവയർനെസ്, അല്ലെങ്കിൽ ലെഗ്സിലേക്ക്, അബ്ഡോമൻ, അല്ലെങ്കിൽ ചെസ്റ്റ്, ഷോൾഡർ, ഹാൻഡ്സ്, നമ്മുടെ ഓരോ പൊസിഷനും താഴെ മുതൽ മുകളിലേക്ക് വരെ ഓരോ പൊസിഷനിലേക്കും നമ്മളുടെ അവയർനെസ് കൊണ്ടുവരിക എന്നതാണ് ബോഡി സ്കാൻ. ഇത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ടൂളാണ്. നമ്മൾ മെഡിറ്റേഷനിലൊക്കെ വളരെ ഉപയോഗിക്കുന്ന ഒരു ടൂള് കൂടിയാണ് ബോഡി സ്കാൻ. അതുപോലെ 5 4 3 2 1 ഗ്രൗണ്ടിങ്. മൈൻഡ്ഫുൾനെസിന്റെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഒരു ടൂളാണ് ഈ 5 4 3 2 1 ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ടൂള്. ഓരോന്നും നല്ലതാണ്, പക്ഷെ ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറ്റാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ഏറ്റവും നല്ല ഒരു ടൂളാണ് ഈ 5 4 3 2 1 ടെക്നിക്സ്. ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് ഏതോ ഒരു ക്ലാസ്സിൽ ഈ 5 4 3 2 1 ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് ആരോ ഈ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ കാണുക. നമ്മളിപ്പോ ഒരു ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ റൂമിലാണെങ്കിൽ ഒരു ഏതെങ്കിലും 5 വസ്തുക്കൾ, ഇപ്പോ ഗ്ലാസ് ഇരിക്കുന്നുണ്ട്, മൗസ്, അല്ലെങ്കിൽ എന്തെങ്കിലും 5 കാര്യങ്ങൾ നിങ്ങൾ കാണുക. പിന്നെ 4 കാര്യങ്ങൾ കേൾക്കുക, അല്ല അറിയുക. അതായത് ഇപ്പോ നമ്മൾ കാല് നിലത്ത് തറയിൽ ടച്ച് ചെയ്തു, ആ തറയുടെ ഫീല് കൊടുക്കുക. ദെൻ നമ്മുടെ കൈ നമ്മുടെ ഡ്രസ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, വേറൊരു ഫീലാണ്. അടുത്തതായി നമ്മുടെ പാമിൽ ടച്ച് ചെയ്യുമ്പോൾ, സ്കിന്നിൽ ടച്ച് ചെയ്താൽ വേറൊരു ഫീൽ ആയിരിക്കും. ഇനി നമ്മുടെ ഹെയറിൽ ടച്ച് ചെയ്താൽ മറ്റൊരു ഫീൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക ഒരു 4 തിങ്സ് നമുക്ക് അതായത് ഇപ്പോ നമ്മുടെ ടേബിളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ടേബിൾ മറ്റൊരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾക്ക് എന്താണ് 4 വസ്തുക്കൾ ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ എന്താണ്, നമ്മളിപ്പോ ഒരു റൂമിലിരുന്ന് ഒരു ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ഫാൻ്റെ അല്ലെങ്കിൽ എ സിയുടെ സൗണ്ട്, ഫാനിന്റെ സൗണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ട്, ഇപ്പോ എന്താണ് ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വ്യത്യസ്തമായ സൗണ്ടുകൾ 3 നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ എന്താണ്, നമുക്ക് സ്മെല് ചെയ്യുന്നത് ഏറ്റവും ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രഷ് എയറിന്റെ ഒരു സ്മെൽ ഉണ്ടാവും. ഈവൻ നമ്മുടെ ബോഡിക്കും, നമ്മളിപ്പോ സ്കിൻ ഒന്ന് സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൈ ഒന്ന് സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പൗഡർ യൂസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തൊട്ട് മുമ്പ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ സ്മെല്ല് ഡിഫറെന്റ് ആണ്, നമ്മുടെ ഹെയറിന്റെ സ്മെല്ല് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ പറ്റുക. അതുപോലെ നമ്മുടെ വായുടെ ടേസ്റ്റ്, ഓരോ ടൈമിലും നമ്മൾ വായുടെ ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിനും പലപ്പോഴും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ 5 4 3 2 1 അതായത് 5 വസ്തുക്കൾ കാണുക, 4 വസ്തുക്കൾ ഫീൽ ചെയ്യുക, 3 കേൾക്കുക, 2 സ്മെല് ചെയ്യുക, 1 ടേസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ഇപ്പോൾ ഈവൻ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം കാത്തിരിക്കുമ്പോൾ, ആരെങ്കിലും വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എന്താണ്, ആരെങ്കിലും വരാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ആള് ലേറ്റ് ആവുന്നു. നമുക്ക് ആ സമയത്ത് ഫസ്റ്റ് ദേഷ്യമോ, ഓ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇത്ര നേരമായി, ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വളരെ ഹാപ്പി ആയിട്ട് ആ സമയത്ത് നമുക്ക് ആ ഒരു പ്രസന്റിൽ നമ്മൾ ആളെത്തിയില്ലല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ചിലപ്പോൾ മറ്റു പലരും ഉണ്ടാവും. നമുക്ക് അവരുടെ ഒരു എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ,
അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നതൊക്കെ ഇതൊക്കെ നമുക്ക് കണ്ട് അത് ആസ്വദിക്കാം. പകരം നമ്മുടെ മൈൻഡില് പലപ്പോഴും ഈ വ്യക്തിയെ കുറിച്ച് ഇനി നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എത്തിയില്ലല്ലോ, എത്തിക്കഴിഞ്ഞാൽ എപ്പോ പോകും, അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണ്, നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. പകരം ഈ ഒരു ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് ആയിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് അതുപോലെ ഡെയിലി ലൈഫിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ എക്സസൈസ് ചെയ്യണമെങ്കിൽ ടൈം വേണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സമയം വേണം. എന്നാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് യാതൊരു ടൈമിന്റെ ആവശ്യമില്ല. നമ്മളൊരു സംഭവം കഴിക്കുമ്പോൾ, ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ടിന്റെ പുറത്തെ തൊലി വായിൽ വരുമ്പോൾ ആ ഒരു ടച്ചിങ്ങിന് അതിന് പ്രത്യേകത ആയിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ ഫ്ലഷ് ഉള്ളിൽ വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് ചെറിയ പീസായി കഴിയുമ്പോൾ അതിന്റെ ആ ടേസ്റ്റ്, ഇത് നമ്മൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇതിലൂടെ പോകുന്നത് നമുക്ക് എന്താണ് കറക്റ്റ് അറിഞ്ഞ് ആ ടെക്സ്ചർ ഒക്കെ അറിഞ്ഞ് നമ്മളിപ്പോ പലരും കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ പല പല വെറൈറ്റി ടേസ്റ്റി ഫുഡുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ടേസ്റ്റ്, എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടേസ്റ്റ് പിന്നീട് ആ ഫസ്റ്റ് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് അറിയുന്നു. പിന്നെ എന്താണ് നമ്മൾ ഓട്ടോ പൈലറ്റ്, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ മറ്റുള്ളവരുടെ കൂടെയൊക്കെ ആണെങ്കിൽ എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും അവിടെ അത് നമ്മൾ അറിഞ്ഞല്ല കഴിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഓക്കെ, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും. ആ ഒരു ടൈം പോലും ഈ ഫ്യൂച്ചർ നമുക്ക് ഫ്യൂച്ചർ വേണ്ട എന്നല്ല, നമുക്ക് അതിന് നമ്മൾ എന്താണ് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഗോളിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫ്യൂച്ചറിന് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രസന്റ് ആണ്, നമുക്കുള്ളത് പ്രസന്റ് ആണ്. ആ പ്രസന്റ്, കാരണം നമ്മൾ ഓരോ ടൈമിലും ഫ്യൂച്ചറിൽ എത്തിക്കഴിയുമ്പോഴും ആ പിന്നീട് നെക്സ്റ്റ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ കറണ്ട് പ്രസന്റിൽ നമ്മൾ ലീവ് ചെയ്യുന്നില്ല. ഒരിക്കലും നമുക്ക് എന്താണ് ഒരിടത്തും അറിഞ്ഞ് ജീവിക്കാനോ ആസ്വദിച്ച് ജീവിക്കാനോ സാധിക്കുന്നില്ല. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വറീസ് അതില് നമ്മൾ കഴിഞ്ഞ് പോകും. അതുപോലെ മൈൻഡ്ഫുൾ വാക്കിംഗ്, നമ്മൾ നടക്കുമ്പോൾ ആ സ്റ്റെപ്പ് വെക്കുന്നതും ആ ഒരു ഫീല് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളവരെ കേൾക്കുന്നത്, നമ്മൾ അത് പൂർണ്ണമായിട്ടും അറിഞ്ഞ് ആ ഒരു പ്രസന്റ് അവയർനെസ്സോട് കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താണ്, അതുപോലെ എന്താണ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ശരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ശരിക്കും പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ട് പിന്നെ ഓട്ടോ പൈലറ്റ് ആയിട്ടാണ്. കാരണം നമ്മളൊരു മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു എമർജൻസി മെസ്സേജ് വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫോൺ എടുത്തത്. അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അത് ശരിക്കും 5 മിനിറ്റത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് സ്ക്രോൾ ചെയ്തത് 1 അവർ ആണ്. നമ്മുടെ 1 മണിക്കൂറാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പൊ ഞാൻ എന്തിനാണ് ഫോൺ എടുത്തിരിക്കുന്നത്, അത് എന്ത് യൂസിനാണ്, അത് പ്രോപ്പറായിട്ട് ചെയ്ത ശേഷം അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോഴാണ്. പകരം നമ്മളൊരു ആവശ്യത്തിന് ഫോൺ എടുത്തു, നെക്സ്റ്റ് നമുക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റൈലിലുള്ള കാര്യങ്ങളായിരിക്കും നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാതെ ഒരെണ്ണം സ്ക്രോൾ ചെയ്തു, അപ്പോ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അതിൽ വന്നിരിക്കുന്നത്, നമ്മൾ എന്താണോ കാണുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ എന്താണ്, അതുപോലെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നെക്സ്റ്റ് കാണുന്നു, നമ്മൾ എടുത്തത് ഒരു മെയിലിന് റിപ്ലൈ നൽകാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അതിനുശേഷം നമ്മൾ വേറെ കാര്യങ്ങൾ കണ്ട് ഒരു 1 അവർ നമ്മളെ നശിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്താ മൈൻഡ്ഫുൾ ആയിട്ടാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവെയർ ആണ്, ഞാൻ ഇന്ന കാര്യത്തിനാണ്, ഞാൻ സ്ക്രോൾ ചെയ്യാൻ പോകുന്നു, അപ്പൊ എന്താ റിട്ടേൺ വരണം എന്നുള്ള അവയർനെസ്സോട് കൂടി നമുക്ക് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഇത്ര ടൈം ഞാൻ സോഷ്യൽ മീഡിയ കാണാൻ യൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച സമയമാണ്, ഇത് എനിക്ക് ഇന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് വ്യക്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ദ സ്റ്റോപ്പ് ടെക്നിക്ക്. നമ്മളൊന്ന് പോസ് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, നമ്മൾ ഒബ്സർവ് ചെയ്യുക, അപ്പൊ എന്താണ് നമുക്കത് പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം.
അപ്പൊ ഓർക്കുക, നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അവെയർ ആവുകയാണ് വേണ്ടത്. ഈ അവയർനെസ്സിന് നമുക്ക് ബ്രീത്ത് എടുത്ത് ഒരു കാര്യത്തെ നല്ല രീതിയിൽ നോക്കി കണ്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യല്ല, നമ്മളവിടെ കറക്റ്റ് പ്രതികരണമായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ എടുത്തുചാട്ടം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിക്കാതെ ചെയ്തു എന്നുള്ള, അതായത് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഞാനിവിടെ ക്ലാസ് എടുത്തേക്കണെയാണ് നമ്മുടെ അമിഗ്ഡാല ഹൈജാക്ക്. ഈ അമിഗ്ഡാല ഹൈജാക്കിനെയാണ് നമ്മൾ ഇതാക്കിയിട്ട് നമ്മുടെ ലോജിക്കൽ അമിഗ്ഡാല ഹൈജാക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ലോജിക്കൽ മൈൻഡിനെ വർക്ക് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഒരു 7 day പ്രാക്ടീസ് ഞാൻ ഇതിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് തുടങ്ങുമ്പോൾ ഒരു 5 minute ബ്രീത്തിങ് ഒരു ദിവസം ചെയ്യുക. പിന്നെന്താണ്, സെക്കൻഡ് ഡേ ഒരു ബോഡി സ്കാൻ, തേർഡ് ഡേ ആകുമ്പോഴത്തേക്ക് ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഇതിൽ പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ നമുക്ക് ഏറ്റവും ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ നമ്മുടെ ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കപ്പ് കാപ്പി കുടിക്കുമ്പോൾ അത് മൈൻഡ്ഫുൾ ആയിട്ട് ആ ഒരു കാപ്പി കുടിക്കുക. അല്ലെങ്കിൽ എന്താണ്, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നു, ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ബോഡി സ്കാൻ ചെയ്യാം. നമ്മുടെ ജീവിതത്തില് നമ്മുടെ കൂടെ പാർട്ടായിട്ട്, അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തേണ്ട, നമ്മുടെ പാർട്ടായിട്ട് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ്. ഇങ്ങനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് ഭയങ്കര കാമായിട്ട് മാറും. നമുക്കൊരു ഇമോഷണൽ ബാലൻസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പൊട്ടിത്തെറിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരു പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട്, കാരണം ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആ ബ്രെയിൻ്റെ ആ ഒരു ഓൾറെഡി ഉള്ള പാറ്റേൺ വെച്ചിട്ടായിരിക്കും പോകുന്നത്. പകരം നമുക്കത് ഫോക്കസ് ആയിട്ട് ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മൈൻഡ്ഫുൾനെസ്, കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ വീട്ടിൽ ജീവിക്കുമ്പോൾ, കാരണം നമുക്ക് ആ ഒരു ഹസ്ബൻഡ് വൈഫ് മക്കള് ഈ റിലേഷൻഷിപ്പ് അത് എന്നും അവർ ഒരുമിച്ച് കാണുന്നതാണ്. അപ്പൊ എന്താണ്, ഓട്ടോ പൈലറ്റ് മോഡിൽ ആകുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ എന്നും എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ പോകുന്നു. ഇപ്പം എന്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ ഒരു അപ്രീസിയേഷൻ കൊടുക്കാനോ അവരെ ചേർത്ത് നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ റിലേഷൻഷിപ്പ്, അതായത് ഹസ്ബൻഡ് വൈഫ് കുറച്ച് നാള് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ആവുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് റിപ്ലൈ, ഇങ്ങനെയുള്ള രീതി. പകരം നമ്മൾ അവിടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയില്ലേ, നമ്മൾ ആ തുടക്കത്തിൽ ആ പുതുമ എങ്ങനെയായിരുന്നു ആ പുതുമ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ മൈൻഡ്ഫുൾനെസ്സിന് സാധിക്കും. നമുക്ക് പുതിയതായിട്ട് അവരെ കൂടുതൽ ചേർത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവരെ കൂടുതൽ ചേർത്ത് നിർത്താനും അവർക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനൊക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിനോട് കൂടി സാധിക്കും. പല റിലേഷൻഷിപ്പും ബ്രേക്ക് ആവുന്നതിന് കാരണം എന്താണ്, പലരും കുറച്ചു നാൾ ജീവിച്ചു കഴിയുമ്പോൾ ഇപ്പോ പഴയ പോലുള്ള സ്നേഹം ഇല്ല. കാരണം എന്താണ്, അവര് രണ്ടുപേരുടെയും ലൈഫ് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ അവർ അവെയർ അല്ല ഒന്നിലും. പകരം അവെയർ ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ ഒരു സ്നേഹം കൂടുതൽ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ റിലേഷൻഷിപ്പിൽ ഈ മൈൻഡ്ഫുൾനെസ്സിന്, അതായത് സംഭവിക്കുന്ന കുറേ നാളായി കഴിയുമ്പോൾ ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും നമ്മുടെ ലൈഫ്. അതിലൊരു മാറ്റം വരാൻ ഇത് നമ്മളെ സഹായിക്കും. ഓ നമ്മുടെ തോട്ട്സ് എല്ലാം, നമ്മൾ പല കാര്യങ്ങളും പണ്ട് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് റിയാലിറ്റി ആണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് പലപ്പോഴും റിയാലിറ്റി അല്ല, നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ചിലപ്പോൾ തെറ്റായ വിശ്വാസങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു വിശ്വാസങ്ങളെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താണ്, അവെയർ ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരു പുതിയ നമ്മളെ പടുത്തുയർത്താൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ നമുക്ക് കൂടുതൽ ചേർത്ത് നിർത്താൻ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മൈൻഡ്ഫുൾ ആയി നമ്മുടെ ഫാമിലിയോട് കൂടി ഒത്തിരിക്കാനും അവരെ ചേർത്ത് നിർത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ, അതായത് അവെയർ ആയിട്ട് നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് കുറെ നാൾ കഴിയുമ്പോൾ അതെന്താണ്, ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ടാവും. ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നിൽക്കുമ്പോഴാണ് അവർ പലപ്പോഴും പരാതി പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ പല പരാതികളും പറയുന്നത്. പകരം നമ്മൾ അവെയർ ആയി ചെയ്യുമ്പോൾ അതിന്റെ ഒരു പുതുമ വരികയും അവർക്ക് കൂടുതൽ അത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലൈഫില് ഏതൊരു സമയത്തും ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആവട്ടെ. പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇതങ്ങ് അവോയ്ഡ് ആക്കുന്നത്. അപ്പൊ അതൊന്നും മറക്കാതെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ലൈഫിൽ ഏറ്റവും ഉപയോഗപ്പെടുത്താൻ ഏവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷബാസ് മാം. നല്ലൊരു വിഷയമായിരുന്നു. കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ടാകുവാണല്ലോ. അപ്പൊ നമ്മൾ മാം ഇതിന്റെ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും എക്സാമ്പിൾ സഹിതം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നതിനെ കുറിച്ച്, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ മാമയോട് വിശദീകരിച്ചു. ഇനി നമ്മുടെ ഫീഡ്ബാക്ക് സെഷനാണ്. പെട്ടെന്ന് ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിങ്ങനെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മാം സിമ്പിൾ എന്ന് പറഞ്ഞു, പക്ഷെ ഒട്ടും സിമ്പിൾ അല്ല. ഇപ്പൊ തന്നെ മനസ്സ് എവിടേക്കൊക്കെയാ ഓടിപ്പോണത്. അതിനിങ്ങനെ തിരിച്ചു പിടിക്കാൻ വയ്ക്കുമ്പോൾ അതെന്തോ ഒരു പ്രയാസം പോലെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ആ പ്രസന്റിലേക്ക് വരുമ്പോൾ പക്ഷെ നിൽക്കുന്നില്ല. പലപ്പോഴും അത് എവിടേക്കോ കാട് കയറിപ്പോവും. ഞാൻ പലപ്പോഴും ശീലിക്കുന്നതാണ്, ഈ ക്ലാസ്സുകൾ പലതും കേട്ടോണ്ട് ആ രീതിയിൽ വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. സിമ്പിൾ അല്ല എന്ന് തോന്നുന്നു, എന്നാലും ആ രീതിയിൽ തന്നെ പോകും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഇതുപോലത്തെയുള്ള ക്ലാസ്സുകളാണ് നമ്മളെ പലപ്പോഴും മാറ്റിയെടുക്കുന്നതെന്ന് തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു മേഘ മാം. മാമിന്റെ ഫസ്റ്റ് തോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുക, സിമ്പിൾ എന്ന്. അതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡ് ഇടയ്ക്ക് പോകും, അതിനെ പ്രസന്റിലേക്ക് അവെയർ ആയിട്ട് എന്റെ മൈൻഡ് പോയി എന്നുള്ള ഒരു അവയർനെസ് വരുമ്പോൾ തന്നെ പ്രസന്റിലെത്തി അത് തിരിച്ച് റിട്ടേൺ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടെൻഷൻ, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല, എന്റെ പാസ്റ്റിലേക്ക് പോവാണ്, ഫ്യൂച്ചറിലേക്ക് പോവാണ് എന്നുള്ള തോട്ടിലേക്ക് എത്തുന്നത്. പകരം സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ കണ്ട്, എന്റെ മൈൻഡ് ഇടയ്ക്ക് പോവാറുണ്ട്, ഞാനത് തിരിച്ച് റിട്ടേൺ കൊണ്ടുവരുന്നു, അങ്ങനെ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഗുഡ് മോർണിംഗ് ക്ലാസ് മാം. വളരെ നന്നായി ക്ലാസ് ആയിരുന്നു, എക്സലന്റ് ക്ലാസ് ആണ്. പ്രത്യേകിച്ച് ഒരു 10-13 PPT എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് വളരെ ക്ലിയറായി, ഒരു ക്ലാരിറ്റിയോട് കൂടി വ്യക്തമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തി. പലപ്പോഴും നമ്മൾ ഓട്ടോ പൈലറ്റിലേക്കാണ് പോകലെങ്കിലും വീണ്ടും നമ്മൾ കുറെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ഇന്ന് 5 4 3 2 1 ടെക്നിക്സ്, അതുപോലെ സ്റ്റോപ്പ് ടെക്നിക്ക്, അതുപോലെ നമ്മൾ 7 days പ്രാക്ടീസ്, അതുപോലെ ഒരുപാട് നല്ല പ്രാക്ടീസുകൾ അക്കമിട്ടിട്ട് എഴുതിയത് കൊണ്ട് നമുക്കത് ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ട്. അതുപോലെ ചെയ്താൽ ഗുണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും പോകുമ്പോൾ നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനും പ്രസന്റ് മൂമെന്റിൽ ജീവിക്കാനും ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ കാണാനും നമ്മളെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാനും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ജീവിതം ആസ്വാദ്യകരമായിട്ട് പോകാനും ഉപകരിക്കുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു അത്. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു മാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ് ഷബാസ് മാം. വളരെ നല്ലൊരു മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളായിരിക്കും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവുക. ബസ്സിൽ പോകുന്നത് നമ്മൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ചിന്തകള് പല കാര്യങ്ങളിൽ, അതായത് ഇനിയിപ്പോ ഇന്നത്തെ കാര്യങ്ങളെ വീട്ടിൽ ചെന്ന് എന്താ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ വർക്കിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ബി മാജിക്കിൽ വന്നതിന് ശേഷം പിന്നെ അതില്ല. നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പൊ മേഘ മാം ഒക്കെ പറഞ്ഞ പോലെ പാസ്റ്റിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ പോയിട്ട്
പിന്നെ തോന്നും അല്ല എവിടേക്കാ പോയി ചിന്തിച്ച് കയറുന്നത്, ഞാൻ ചിന്തിക്കാറുണ്ട്. തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പൊ വീട്ടിലൊക്കെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും അതങ്ങനെ ചില സമയത്ത് ചില ടൈമിൽ മാത്രമേ അതിന് വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് നടക്കും അങ്ങോട്ട്. അപ്പൊ ആ പാട്ടിലേക്ക് ആ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ആ പാട്ട് പാടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് SLC ഗ്രൂപ്പിന്റെ പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ചിന്തകളും വരികയാണെന്നുണ്ടെങ്കിൽ വേഗം ഞാൻ അതിനെ മാറ്റിയിട്ട് ഇതേപോലെ ആ പ്രോഗ്രാമിൽ ഇങ്ങനെ പാടണം, അങ്ങനെ നിൽക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് വരും. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പോകും. ആദ്യം ഉണ്ടായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ, പിന്നെ ആരും എന്ത് ചോദിച്ചാലും നമുക്ക് ഒരു കാര്യങ്ങളിലൊരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മുടെ ഈ ബി മാജിക്കിൽ വന്ന് അങ്ങനെ ഇതേപോലെ മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. മാമിന്റെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ശരിക്കും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷീജ മാം ആയിരുന്നു മൈൻഡ്ഫുൾനെസിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. ഷീജ മാം. താങ്ക് യു മാം. എന്റെ വാക്കിന് മാനിച്ച് എനിക്ക് ഈ ഒരു ക്ലാസ് പറഞ്ഞു തന്നതിന്. ഞാന് ഒരുപാട് ഇങ്ങനെ ഒരു പലയൊരു ഇത് കൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒരാളാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കേട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണത് നല്ലതാണ്, കാരണം നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റിൽ ജീവിക്കുക എന്നൊക്കെ ഉള്ള. അപ്പൊ അതിനെപ്പറ്റി നമ്മള് ഈ യൂട്യൂബിലൊക്കെ കേൾക്കണതായിട്ട് അങ്ങനെ ലൈവായിട്ട് മാമിനെ പോലത്തെ ആൾക്കാരെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിനെ പറ്റിയുള്ള അറിവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞത്. ഒരുപാട് അറിവുകൾ കിട്ടി മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വെൽക്കം. പ്രാക്ടീസ് ചെയ്യും ഇനി. അടുത്ത ആര് പറഞ്ഞു? ഇല്ലേ? ഉണ്ട്, പറഞ്ഞോളൂ സാർ. അല്ല, ഞാൻ ആരും ഇല്ലേ വെച്ചിട്ട് പറയാൻ പോവാ. സാറ് പറഞ്ഞോളൂ. ശരി. മാജിക് മോർണിംഗ് നല്ല ക്ലാസ് ആയിരുന്നു. ഈ മൈൻഡ്ഫുൾനെസ്, മൈൻഡ് ഈസ് എ മങ്കി മൈൻഡ് എന്ന് നമ്മളെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ചാടിക്കൊളിക്കും. അതങ്ങനെ ചാടിക്കോട്ടെ, നമ്മൾ ഇപ്പുറത്ത് കൂടി അതിനെ പിടിച്ചാൽ മതി. അതിനെ പിടിക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരിക. പിടിക്കാൻ ഏതായാലും കഴിയില്ല. അതെന്റെ സ്വഭാവം കാണിച്ചും കൊണ്ടിരിക്കും. നമ്മളതിനെ പിടിക്കാതെ പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇപ്പം മാം പറഞ്ഞത്. പിന്നാലെ പോയാൽ ഭ്രാന്ത് പിടിക്കും. കാരണം അതങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു മെസ്സേജിന് വേണ്ടി പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരും. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പോയി യൂട്യൂബ് കഴിഞ്ഞ് ഇൻസ്റ്റ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ അറിയാം 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അപ്പം അതെല്ലാവർക്കും സംഭവിക്കുന്നു. അപ്പം എങ്കിലും മാക്സിമം ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ടത്തെ കമ്പയറിങ് പാസ്റ്റ് നമ്മളിപ്പോഴും കുറച്ചും കൂടി നന്നായിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാം. നന്നായി എന്ന് പറഞ്ഞൂടാ. കാരണം മൈൻഡ് അങ്ങനെയാണ് എല്ലാവരും. ആരും ഇപ്പോൾ അത്ര വലിയ ഇതില്ല. പണ്ടൊരു സന്യാസി പുഴ നീന്തി കടന്നൊരു കഥ പറഞ്ഞില്ലേ. അപ്പോൾ അയാളൊക്കെ എത്രയോ ലെവലിൽ മൈൻഡ് എത്തിച്ച ആളാ. പക്ഷെ ശിഷ്യൻ ഒരു പെണ്ണിനെ സഹായിച്ചു കൊടുത്താ അപ്പുറത്തേക്ക് കടക്കാൻ. സന്യാസി സ്ഥലം കുറേ ദൂരം കഴിഞ്ഞിട്ടും സന്യാസിന്റെ തലേന്ന് അത് പോയിട്ടില്ല. സന്യാസി എപ്പോഴും ഇനി എന്താണ് ആ പെണ്ണിനെ ഇങ്ങനെ പുഴന്ന് എടുത്തത്. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനത് അവിടെ വെച്ച് തന്നെ ഒഴിവാക്കി, നിങ്ങൾ ഇപ്പോഴും അത് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതേമാതിരിയാണ് നമ്മളെ മൈൻഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ മാക്സിമം നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് വിഷമം തോന്നും. ലീവ് ഇറ്റ് അങ്ങനെ നടന്നോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നല്ല പല ടെക്നിക്സും ഒക്കെ പറഞ്ഞു തന്നിട്ട് ഒരു PPT ഒക്കെ നന്നായിട്ടുണ്ട്. ഓരോ പോയിന്റ്സും വിഷ്വലാകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ മൈൻഡിൽ കിടക്കും. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ. ഓക്കെ, ഷബാനസ് മാം കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. മൈൻഡ്ഫുൾനെസിന്റെ പല ക്ലാസ്സും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബേസിക് ആയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ 7 days ചലഞ്ച് എല്ലാം നല്ല ക്ലിയർ ആയി മാം. പല ക്ലാസ്സിലും ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടി വരുമായിരിക്കുമല്ലോ. അപ്പം നന്നായിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. കാരണം നമ്മളൊക്കെ ഈ ബിമാജിക്ക് വരുന്നതിന് മുമ്പേ ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ ആ ദേഷ്യം പിടിക്കാതെ
എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മാമിന്റെയൊക്കെ ഇതുപോലത്തെ ക്ലാസ് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇനി ആരുമില്ലല്ലോ, നമുക്ക് 6:40 അതിന്റെ പേരേക്കാം. ഓക്കെ, താങ്ക് യു ഷബാസ് മാം. കഴിഞ്ഞതിനെക്കുറിച്ച് വിഷമിക്കാതെയും വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതെയും ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് നമ്മൾ ഏത് നിമിഷത്തിലാണോ അതിൽ ശ്രദ്ധിക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നല്ലൊരു അറിവ് നമുക്ക് നൽകിയ ഷബാസ് മാമിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഷബാസ് മാം. താങ്ക് യു ഷബാസ് മാം. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. First, ma'am, thank you all.